ഹായ് ഹലോ ആൻഡ് വെരി വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ട് പൂനെയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 ഡേയ്സിലേക്ക്. എൻ്റെ അച്ഛനും അമ്മയും പൂനെയിലാണ്. അപ്പം ഞാൻ എൻ്റെ ബ്രദറും കൂടെ പൂനെയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം അവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ ഞാൻ സ്ട്രീറ്റിൽ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പൂനെയിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നതിന് ഒരു 45 മിനിറ്റ്സ് ആയിരുന്നു തുളസി ബാഗിലോട്ടുള്ളത് കേട്ടോ. അപ്പോൾ തുളസി ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പോയത് സത്യം പറഞ്ഞാൽ ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ലൊക്കേഷൻ അതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പൂനെയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ കേട്ടോ. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ കൊച്ചിയിലെ എറണാകുളത്തെ ബ്രോഡ്വേ പോലെയാണ് സംഭവം. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ കുറേ വഴികളുണ്ട്, കുറേ കടകളുണ്ട്. ഉള്ളോട്ട് പോകും തോറും നമ്മൾ പിന്നെയും പുതിയ പുതിയ കടകൾ കണ്ടുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ ഇരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും 1 by 1 സാധനം കാണിക്കാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരുപാട് കുർത്തീസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അവിടെ കുർത്തീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉള്ളോട്ട് പോകുന്നതോടും ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അതായത് 500 രൂപയ്ക്ക് 3 കുർത്തി, 150 രൂപയുടെ ഒരു പീസ് അങ്ങനെയും കിട്ടും. 500 രൂപയ്ക്ക് 3 നമുക്ക് കുർത്തി എടുക്കാം, 3 പീസ് എടുക്കാം 500 രൂപയ്ക്ക്. അല്ലെങ്കിൽ സിംഗിൾ പീസും കിട്ടും. നമ്മൾ 150, ഒരു ടോപ്പിന് 150 അങ്ങനെ കിട്ടും. ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചതായിരുന്നു. ഇങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. യോക്കിൽ ഇങ്ങനെ അവർ എന്തെങ്കിലും ഡിസൈനർ ഫാബ്രിക് വെക്കും. എന്നിട്ട് ബാക്കി ഇങ്ങനെ പ്ലെയിൻ ആണ്. ഇത് നല്ല നല്ല കുർത്തിയാണ്. ഇങ്ങനെ വരും. 150 രൂപ എന്തോ ആണ് ഇതിന്, 150 രൂപ എന്തോ ആണ്. പ്രൈസ് വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് എനിക്കത്ര കണ്ടിട്ട് ചീപ്പായിട്ട് തോന്നില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചതായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കുർത്തി ഉണ്ട്, അതേ സെയിം തന്നെയാണ് കേട്ടോ. എല്ലാത്തിലും മിക്കതിൻ്റെ പാറ്റേൺ പോലെ ഇങ്ങനെ ആയിരിക്കും. പ്ലെയിൻ ഫാബ്രിക്കിൽ യോക്ക് വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഡിസൈനർ ഫാബ്രിക്കോ സീക്വൻസ് ഫാബ്രിക്കിൻ്റെ യോക്ക് കൊടുക്കും. ബാക്കൊക്കെ സെയിം പ്ലെയിൻ ആയിരിക്കും. ഇത് ഇങ്ങനെ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കുർത്തീസ് ഉണ്ട് അവിടെ. 150 രൂപയ്ക്കും 500 രൂപയ്ക്ക് 3 എണ്ണം, 600 രൂപയ്ക്ക് 3 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം അമ്മയുടെ ഞാൻ കുറച്ച് ടോപ്സ് കാണിച്ചില്ലേ, അതുപോലെ ടോപ്സും ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ കുർത്തീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു 500 രൂപയുടെ 3 എണ്ണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ലൂസാണ്. എൻ്റെ സൈസിന് പറ്റിയത് കിട്ടാൻ ഇച്ചിരി പാടാണ്. അമ്മ എന്നെക്കാളും ഇത്തിരി ഒരു പൊടിക്ക് വണ്ണം കൂടുതൽ അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മയ്ക്ക് കറക്റ്റ്. അതുകൊണ്ട് ഞാൻ വാങ്ങിയത് അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു ചെയ്തത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാമേ. ഇത് വന്നിട്ട് ടോപ്പാണ്, ഈ ഫാബ്രിക്കിൻ്റെ. ഇത് ലോങ് അല്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ നീളം. ഇതിൻ്റെ ഇത്ര നീളമുള്ളൂ. ഇതിടുമ്പോൾ നല്ല ഭംഗി. എനിക്കിത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതായിരുന്നു കേട്ടോ. ഇതിങ്ങനെ പ്രിന്റഡ് ഫാബ്രിക്സ് വരുന്നതാണ്. ഇതിൻ്റെ നീളം വരുന്നത് നമ്മൾ സാധാരണ ജീൻസിൻ്റെ ടോപ്പൊക്കെ എടുത്തില്ലേ, അത്ര ലെങ്ത് ഇതിനുള്ളൂ കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്ലീവ്ലെസ് ആണ്. നെക്കിൽ ഇങ്ങനെ ഒരു ഇത് പോകുന്നുണ്ട്. ഇതും 3 പീസ് അങ്ങനെയാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോർട്സ്, സാധാരണ ടോപ്പ്, ചുവടക്കുന്ന ഇതുപോലത്തെ ഷോർട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഷോർട്സ് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ഷോർട്സ്. ഇതുപോലത്തെ ഷോർട്സ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഷോർട്സ് ഉണ്ട്. പിന്നെ ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ടോപ്പൊക്കെ കണ്ടോ, ടോപ്പ് ഇതൊക്കെ 100 രൂപയ്ക്ക് കിട്ടും അവിടെ കേട്ടോ. ഈ 100 രൂപയ്ക്ക് എല്ലാ കടകളിലും 100 രൂപയുടെ ഷോർട്സ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പം നമ്മൾ ശരിക്കും തപ്പി നോക്കുവാണെങ്കിൽ ഈ ഷോർട്സിലല്ല, ടോപ്പിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം തപ്പി നോക്കുകയാണെങ്കിൽ നല്ല നല്ല ടോപ്സ് കിട്ടും. നല്ല നല്ല ടോപ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതി, നമ്മൾ എങ്ങോട്ടും പുറത്ത് പോവുക അപ്പം ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ല ടോപ്സ് കിട്ടും കേട്ടോ. ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു, ഒരു വൈറ്റ് ടോപ്പ്, വൈറ്റ് കളറിൽ സാറാന്ന് എഴുതിയേക്കുന്നത്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പാറ്റേണുള്ളൂ. 100 രൂപയുടെ ഒരുപാട് ടോപ്സിൽ തപ്പി നോക്കണം. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നല്ലത് കിട്ടും നമുക്ക്. ഇങ്ങനത്തെ ടോപ്സൊക്കെ 100 രൂപയുള്ളൂ. അവർ ഫിക്സഡ് റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കും. പക്ഷെ നമ്മൾ മലയാളികൾ ബാർഗെയിൻ ചെയ്താൽ കൊടുത്തില്ലല്ലോ. ഒരു 10 രൂപയെങ്കിലും കുറച്ച് കിട്ടിയാൽ നമുക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പം ബാർഗെയിൻ ചെയ്യേണ്ടവർക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരു 10 രൂപ 20 രൂപയ്ക്ക് കുറച്ച് തരും. അപ്പോൾ ഒത്തിരി ഒന്നും കുറച്ച് തരത്തില്ല. ആകെപ്പാടെ 200 രൂപ സാധനം, അതിൽ എത്ര അവർ കുറയ്ക്കാനാണ്. കമ്മലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ കമ്മലൊന്നും എനിക്ക് അങ്ങനെ വിലക്കുറവായിട്ട് തോന്നിയില്ല. ഞാനിപ്പം ബ്രോഡ്വേയിലൊക്കെ പോകുമ്പോൾ കമ്മലിന് 50 രൂപ 40 രൂപ 60 രൂപ ആ ഒരു റേറ്റ് കമ്മൽ കാണാറുണ്ട്. നമ്മളിങ്ങനെ കാണാറില്ല ഒരുപാട് പേര് അങ്ങനെ അത് വിൽക്കണേ.
അതുപോലത്തെ തന്നെ കമ്മൽ തന്നെയാണ് അവിടെ ഉള്ളത്. റേറ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് വാങ്ങിക്കാനില്ല. പക്ഷെ അമ്മ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഞാൻ. ഇങ്ങനെ ചെറിയ സ്റ്റഡും കുഞ്ഞു ചിമിക്കി അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഷോപ്പിങ്ങിന് പോകുമ്പോൾ അനാവശ്യമായിട്ട് പൈസ കളയിൽ ആവശ്യമുള്ള സാധനം മാത്രമേ വാങ്ങിക്കാവുള്ളൂ. നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ കാണും, പക്ഷെ അതൊന്നും വാങ്ങിക്കില്ല. എന്തൊക്കെ ഞാൻ കൺട്രോൾ ചെയ്താൽ ഞാൻ പോയത്. ഓക്കെ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കണം, കുറേ നാളായിട്ട് വാങ്ങിക്കണം വെച്ചൊരു സാധനമാണ് ഷൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് ഷൂ ആയിരുന്നു എനിക്ക് വേണ്ടത്. ഈ ഒരു ഗോൾഡ് വരുന്നത്, ഇവിടെ ഇങ്ങനെ ഗോൾഡാണ്, ഇവിടെ ഇങ്ങനെ ഗോൾഡ് വരെ ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഷൂ നല്ല രസമില്ലേ? ഇതിൻ്റെ വില 500 രൂപയായിരുന്നു. ഞാൻ ബാർഗെയിനിങ്ങിന് നിന്നില്ല, കാരണം എനിക്ക് 500 രൂപയായിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. സാധാരണ ഞാൻ ഷൂവോ ചെരുപ്പോ വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ കൂടുതൽ, പക്ഷേ പ്രതീക്ഷിക്കാതെ ഞാൻ കൂടുതൽ വാങ്ങിച്ചത് ബാഗായിരുന്നു. ബാഗ് ഞാൻ 1 by 1 നിങ്ങളെ കാണിക്കാം. തുണിയും എല്ലാം കഴിഞ്ഞു കേട്ടോ, ഇനി ബാഗിലോട്ടാണ്. തുണിയൊക്കെ ഇത്ര എടുത്തുള്ളായിരുന്നു. ഈ കുർത്തീസൊന്നും ഞാൻ അധികം ഇടാറില്ല. ഞാൻ വാങ്ങിച്ചത് എനിക്ക് ലൂസ് വരുന്നത്, അത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഇത് വന്നിട്ട് നിങ്ങൾ കണ്ടോണ്ടേക്ക് ഇപ്പം ഭയങ്കര ട്രെൻഡിങ്, എല്ലാവരും ഇങ്ങനെ, അയ്യോ ഇതിനൊരു പേര് പറയുമല്ലോ, ഞാൻ മറന്നുപോയി, ഇങ്ങനെ ഇടുന്ന, അയ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു സെക്കൻഡ് കാണിക്കാം. ഇങ്ങനെ ഇടുന്ന ബാഗില്ലേ, സൈഡിലിങ്ങനെ, ഇതിങ്ങനെ ഇടാം. നമുക്ക് വേസ്റ്റിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇടാവേ. അങ്ങനത്തെ ബാഗാണിത്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആ കടയിലുണ്ടായിരുന്നു. എനിക്ക് ഏതെടുക്കണമെന്ന് ഡൗട്ടായിരുന്നു, പക്ഷെ ഞാൻ ഇതാണ് എടുത്തത്. ഇത് ഞാൻ എടുക്കണോ വേണ്ടെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു, കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇത് പ്യോർ വൈറ്റ് അല്ല, ഇതിൽ വൈറ്റും ഇങ്ങനെ ഒരു ഗ്രേ കളറിൻ്റെ കോമ്പിനേഷനോ സത്യം പറഞ്ഞാൽ ഇതിൽ പോകുന്നത്. ഇങ്ങനെ കളർ ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് തെറിപ്പിച്ചിടത്തില്ല, ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ഒരു പാറ്റേൺ ഇതിൽ പോകുന്നുണ്ട്. ഇത് നമുക്ക് വേസ്റ്റിൽ ഇങ്ങനെ ഇടാം. പിന്നെ ഞാനിപ്പോൾ കാണിച്ചാൽ ഇങ്ങനെയും ഇടാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് 100 രൂപ 150 രൂപയായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് നമ്പർ 1. ബാഗ് നമ്പർ 2 വന്നിട്ട് ഈ ഒരു ബാഗാണ്, നമ്മുടെ നോർമൽ ബാഗില്ലേ ഇത്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ ബാഗോ ഒക്കെ ഇഷ്ടം. ഒന്നും ചുമന്നുകൊണ്ട് പോകണ്ടായാലും ഒന്നും പിടിച്ചുകൊണ്ട് പോകണ്ടായാലും. ഇതാകുമ്പം നമ്മുടെ പുറകിലോ സൈഡിലോ ഇട്ടാൽ മതി, ഒന്നും എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് എത്ര രൂപയായിരുന്നു? ഇതിന് 200 രൂപയായിരുന്നേ. പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ഫാബ്രിക്കാണ്, അത്യാവശ്യം നല്ല ബാഗാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ബാഗ് ഞാൻ കവറിൽ നിന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇപ്പോഴാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ബാഗ് എനിക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബാഗാണ്, കണ്ടോ? ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അവിടെ. അത് ഞാൻ ഈ ബാഗ് ഒന്ന് കാണിക്കാവേ. ഇതിങ്ങനെ വരും, ഇങ്ങനെ നമുക്ക് ഹാൻഡ് ബാഗ് പോലെ ഇങ്ങനെ ഇടാം. അങ്ങനത്തെ ബാഗാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടും പോവാം, അങ്ങനെ പിടിച്ചുകൊണ്ടും പോവാം. ഇതിൽ ക്യൂട്ടായിട്ട് തോന്നുന്ന സാധനം വെച്ചാൽ ഈ റിങ്ങിൽ ഒരു പൗച്ച് പോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് എടുത്ത് കളയാം കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തും കളയാം. അത് ഇങ്ങനെ പൗച്ച് കണ്ട, ഇത് വേണമെങ്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇതിനകത്ത് ചില്ലറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. അത്യാവശ്യം സ്ഥലമൊക്കെ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല, ചീപ്പായിട്ട് തോന്നില്ല. 200 രൂപ, ഇതിന് 200 രൂപയുള്ളൂ കേട്ടോ. എനിക്കിത് 200 രൂപ എന്ന് കേട്ടപ്പോൾ ഇതിൻ്റെ ഒരു 2-3 എണ്ണം വാങ്ങിക്കാൻ തോന്നി. അതിന് 200 രൂപയുള്ളൂ ഇതിന്. നല്ല ബാഗാണ് കേട്ടോ. ചീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപയ്ക്കുള്ളത് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഇതാണ് നമ്മളുടെ ബാഗ് നമ്പർ 3. ഞാൻ പൊതുവെ ഹാൻഡ് ബാഗ്സ് ഇടാറില്ല കേട്ടോ. ഇങ്ങനത്തെ ഹാൻഡ് ബാഗ്സ് ഭയങ്കര കുറവാണ്. ഞാൻ വാങ്ങിയിട്ടുള്ളതുപോലെ ഇങ്ങനെ അമ്മയ്ക്ക് കൊടുത്തിട്ടേ ഉള്ളൂ ഹാൻഡ് ബാഗ്സ്. ഹാൻഡ് ബാഗ് ഇട്ടുകൊണ്ട് പോയി ഞാൻ എവിടെയെങ്കിലും മറക്കുമോ അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് പക്ഷെ ഞാൻ പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ഹാൻഡ് ബാഗ്, ഇനി അങ്ങോട്ടുള്ള ലേശി ഒരു പാറ്റേൺ ആട്ടോ. അടുത്ത ഹാൻഡ് ബാഗ് വരുന്നത് ഈ ഒരു വട്ടത്തിൽ വരുന്ന ഒരു ഹാൻഡ് ബാഗാണ്. ഇങ്ങനെ ഇതിപ്പോൾ ഷേപ്പ് ഇങ്ങനെ ഇല്ലാത്ത, ഇത് ബാഗിൻ്റെ അകത്ത് ഇരിക്കുകയുണ്ട്. അത്യാവശ്യം ഇത് റൗണ്ടാണ് കേട്ടോ, നല്ല റൗണ്ട് ബാഗാണേ, കണ്ടോ? ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിലും പിന്നെ ഇവിടെ 2 ഉറ പോകുന്നുണ്ട്. ഇതും എഗെയിൻ നമുക്കിങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ ഇട്ട പോലെ ഹാൻഡ് ബാഗായിട്ട് ഇടാം. നല്ലൊരു ബാഗില്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ ഈ ഒരു കളർ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് നമ്പർ 4. ഇനി ബാഗ് നമ്പർ 3 അല്ല, ബാഗ് നമ്പർ 5 അല്ലേ? ഞാൻ പൊട്ടിക്കട്ടെ, ഒരു മിനിറ്റ്. ഇതൊരു വലിയ ബാഗാണ്, കണ്ടില്ലേ? ഈ വർക്കിംഗ് വുമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിന് പോകുന്ന വുമൺ ഒക്കെ ഇല്ല, എന്നെ വർക്കിനൊക്കെ പോകുമ്പം ചില ഓഫീസ് വുമൺ ഒക്കെ ഇട്ടിട്ട് പോകുന്ന, ഓഫീസിൽ പോകുന്ന സ്ത്രീകൾ ഇട്ട് പോകുന്ന കണ്ടില്ലേ ബാഗ്, അതുപോലത്തെ ഒരു ബാഗ് ഇത് കേട്ടോ, വലിയൊരു ബാഗ്. ഇത് നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം ചോറ്റുപാത്രം വെക്കാം, ബുക്ക് വെക്കാം, എല്ലാം വെക്കാം. അത്യാവശ്യം എല്ലാം കൊള്ളും ഇതിൻ്റെ അകത്ത്.
സൈസ് ഉണ്ടല്ലേ, വലിയ ബാഗ്. ഇതിന് ഒരുപാട് അറകളുണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റ്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബാഗാണ് ഇത്. 150 രൂപയാട്ടോ ഈ ബാഗിന്, 150 രൂപ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു വലിയ ബാഗ്. അതായത് ഇപ്പം ഞാൻ അത്യാവശ്യം എറണാകുളത്തുനിന്ന് വീട്ടിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഒരാളുടെ സാധനം അത്യാവശ്യം ഒരാഴ്ചത്തേക്കുള്ള സാധനമൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബാഗ് പോലത്തെ ബാഗാട്ടോ ഇത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ബാഗിൻ്റെ സൈസ് തോന്നുള്ളൂ, പക്ഷേ ഈ ബാഗിനേക്കാളും വലുതാണ് ഇത്. ഇതിലിങ്ങനെ സ്ഥലമുണ്ട്, നല്ല സ്ഥലമുണ്ട്. അത്യാവശ്യം വലിയൊരു ബാഗാണ്. ഇതും 150 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട്. പിന്നെ എൻ്റെ അമ്മ വാങ്ങിച്ച ബാഗാണ് ഞാനിപ്പോൾ കാണിച്ചില്ലേ ഈ ബാഗ്. പക്ഷെ ഇതല്ല, ഇതിനേക്കാളും അത്യാവശ്യം കുറച്ച് വലിയതാണ്. അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ അമ്മ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അമ്മയ്ക്കോ അച്ഛനോ നാട്ടിലോ എല്ലാം വരുന്നുണ്ടെങ്കിൽ, പ്ലാനിങ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗാട്ടോ ഇത്. കണ്ടോ, ഇത് അത്യാവശ്യം വലിയൊരു ബാഗാണ്. നല്ല സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വലിയ ബാഗാട്ടോ ഇത്. അപ്പം ഇത് അത്യാവശ്യം സ്ഥലമുള്ള 2 അറയല്ലോ, 1 അറയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വേറെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, സൈഡിൽ ബാഗുണ്ട്. അങ്ങനത്തെ അത്യാവശ്യം വലിയൊരു ബാഗാണ്. ഇതും പറഞ്ഞിട്ട് 200 രൂപയായിരുന്നു കേട്ടോ ആ ബാഗിൻ്റെ വില. പിന്നെ ഇത് ഇപ്പം ഞാനൊരു ബാഗ് കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ ഒരു പൊടിക്ക് വലിയ ബാഗാണിത്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമായിരിക്കുമല്ലോ, ക്യാമറയ്ക്കകത്ത് കൊള്ളുന്നില്ല. ഇതിലിവിടെ വീലുണ്ട് 2 സൈഡിലും. വലിയൊരു അത്യാവശ്യം വലുതാണ്. ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ഇവിടെ വലിയൊരു, ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. അതെ, ഇത്രയും സ്ഥലമുള്ള അത്യാവശ്യം ഒരാളുടെ അല്ല, ഇത്തിക്കൂടി സാധനം വെക്കാൻ പറ്റുന്ന ഒരു ബാഗ്. എനിക്കൊന്ന് ഇതിൻ്റെ വില എനിക്ക് തോന്നി 200 300 എന്തോ ആണ്. ഇത് മാത്രമാണെന്ന് തോന്നി ഈ ഒരു ബാഗ് വാങ്ങിച്ചതിൽ ഏറ്റവും വില കൂടിയ ബാഗ് ഇതാണ്. ബാക്കിയെല്ലാം 200 150 അങ്ങനത്തെ രീതിയിൽ വരുന്നതാണ്. ഷോപ്പിങ്ങിന് ഇറങ്ങുക, പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ ഉടക്കത്തിൽ തന്നെ കയറി വാങ്ങിക്കാൻ നിൽക്കല്ലേ. ഉള്ളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കളക്ഷൻസും വിലക്കുറവും കിട്ടാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റായിട്ട് കാണിക്കുമ്പോൾ സാധനം വന്നിട്ട് കുപ്പികളാട്ടോ. അവിടെ കുപ്പികളെ ഇഷ്ടത്തിനുണ്ടോ, അവിടെ എല്ലാവരും കുപ്പികളെ ഇടും. എനിക്കൊന്ന് കല്യാണം കഴിച്ച പെമ്പിളാരാന്ന് തോന്നുന്നു കൂടുതലിടുന്നത്, എനിക്കറിയത്തില്ല. അങ്ങനെ അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല അമ്മ ചുമ്മാ തള്ളി മറിച്ചതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കല്യാണം കഴിച്ച കൂടുതലും കുറച്ചുകൂടെ ഏജ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇടുന്നതുകൊണ്ട് എനിക്ക് കുപ്പികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വാങ്ങിച്ചാണ് ഇത്. ഒരുപാട് കളേഴ്സിലേ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇല്ലാത്തൊരു കളറായിരുന്നു ഇത്. ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് പെയർ ചെയ്യാൻ വേണ്ടി ഇത് വാങ്ങിച്ചു. അപ്പോൾ കുപ്പികളൊക്കെ കുറേ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ പൂനെയിൽ പോയപ്പോൾ വാങ്ങിച്ചുള്ള സാധനങ്ങൾ. നിങ്ങൾ പൂനെയിൽ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തുളസി ബാഗ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഞാൻ ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് FC റോഡും MG റോഡിനേക്കാളും ഒക്കെ നല്ലത് തുളസി ബാഗ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലാണ് കൂടുതൽ സാധനങ്ങളുള്ളത് വാങ്ങിക്കാനായിട്ട് കേട്ടോ. അപ്പം യെസ്, ഇത്രയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഹാൻഡ് ബാഗിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ, എനിക്കൊന്ന് അറിയാനായിട്ടാണ്. ഞാൻ ഇത്രയും ബാഗ് വാങ്ങിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഞാനൊരു ബാഗ് പേഴ്സൺ അല്ല, പ്രത്യേകിച്ച് ഹാൻഡ് ബാഗ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ എന്തോ ഞാൻ വാങ്ങിക്കാൻ തോന്നി. അപ്പം യെസ്, അപ്പോൾ ഞാൻ ഇനി ബ്ലാബ്ല അടിക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർദ്ര ചെയ്യുന്നാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ, ടാറ്റാ.